നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡർ നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഡെസ്ക് ടോപ്പിൽ എൻ്റെ ഒരു ഫോൾഡർ ഇവിടെ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ദിസ് പി സി തുറന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡ്രൈവിനകത്ത് ഒരു ഫോൾഡർ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഈ ഒരു ഫോൾഡർ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കണം. ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. പ്രോപ്പർട്ടീസിൽ ഹിഡൻ എന്ന് കാണുന്ന ഒരു ഓപ്ഷനിൽ ടിക്ക് കൊടുത്തതിന് ശേഷം അപ്ലൈ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ വരും. അപ്ലൈ ചേഞ്ചസ് ടു ദിസ് ഫോൾഡർ ഓൺലി, അപ്ലൈ ചേഞ്ചസ് ടു ദിസ് ഫോൾഡർ, സബ് ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ്. അതിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള സബ് ഫോൾഡറുകൾക്കും ഫയലുകൾക്കും എല്ലാം ഇത് നമുക്ക് ഹൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഇനി നമുക്കത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ദിസ് പി സി ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വ്യൂ എന്ന് കാണുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹിഡൻ ഐറ്റംസ് എന്ന് കാണുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ച ആ ഒരു ഫോൾഡർ നിങ്ങൾക്ക് ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു ഫോൾഡർ നിങ്ങൾക്ക് ബ്ലർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഇതെവിടെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്കത് വീണ്ടും തിരിച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. ഈ ഹിഡനിലെ ടിക്ക് നിങ്ങൾ ഒഴിവാക്കി അപ്ലൈ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ പോലെ. ഇനി വീണ്ടും നിങ്ങൾ ഹൈഡ് ചെയ്യാൻ പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡർ അവിടെ ഹൈഡ് ആയിട്ടുണ്ടാവില്ല, ആ ഒരു ബ്ലർ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ വീണ്ടും ദിസ് പി സിയിൽ പോയിട്ട് വ്യൂ എടുത്തിട്ട് ഹിഡൻ ഐറ്റംസിൽ ടിക്ക് ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതവിടെ വീണ്ടും ഹൈഡായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു ഫോൾഡർ നമുക്ക് സിമ്പിളായിട്ട് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്.